ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഗോവൻ ടൂറിസ്റ്റ് കേന്ദ്രമായ ഡോണാപോള എന്ന സ്ഥലത്തേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. നമ്മൾ ഫാമിലിയായിട്ട് ഒരു ഗോവൻ ട്രിപ്പ് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പോയ ഒരു സ്ഥലമാണ് ഡോണാപോള എന്ന ഒരു കടൽക്കര, പിന്നെ ഒരു വ്യൂ പോയിൻ്റ്. ഇത്ര മാത്രമാണ് അവിടെ ഉള്ളത്. വ്യൂ പോയിൻ്റാണ് അവിടുത്തെ പ്രത്യേകത. ഡോണാപോള എന്ന സ്ഥലത്താണ് ഗോവയുടെ രാജ്ഭവൻ സ്ഥിതി ചെയ്യുന്നത്. മലയാളിയായ ശ്രീധരൻപിള്ള സാറാണ് ഗോവയുടെ ഗവർണർ. ഇപ്പോൾ പുള്ളി അവിടെയാണ് താമസിക്കുന്നത്. ഡോണാപോളയുടെ ഒരു പ്രതിമയും അവിടെയുണ്ട്. ഡോണാപോളയുടെ വ്യൂ പോയിൻ്റിൽ നല്ല കനത്ത മഴയായിരുന്നു, കാറ്റും മഴയത്താണ് ഞങ്ങൾ ഡോണാപോള കാണാൻ പോയത്. മഴയത്ത് ഒരു പ്രത്യേക വൈബായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങോട്ട് കടന്നു പോകത്തില്ല. അപ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം വണ്ടി വെച്ചിട്ട് നടക്കണം. ചെറിയ വാഹനങ്ങൾ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. ഒരു സൈഡ് കടൽക്കരയാണ്, മറു സൈഡ് ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീസണിൽ വരുവാണെങ്കിൽ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഫൺ ആക്ടിവിറ്റി ഒരുപാട് അവിടെ ഉണ്ട്. ഇപ്പം മൺസൂൺ ആണല്ലോ, അപ്പോൾ അവിടെ അങ്ങനെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ഗോവയിലെ മുൻ വൈസ്രോയുടെ മകളാണ് ഡോണാപോള. അവൾക്ക് അവിടുത്തെ ഒരു ലോക്കൽ ഗോവൻ ഫിഷർമാനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. അങ്ങനെ അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല. അങ്ങനെ ഈ കടലിൽ മുങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അവളുടെ പേര് വന്നത്. പോകുമ്പോൾ അത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് എത്തിയപ്പോൾ നല്ല മഴയായി, ശക്തമായ മഴ. കാറ്റത്ത് കുടയൊക്കെ പാറിപ്പോവും. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണുള്ളത്. അതിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് 25 രൂപയും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നും വന്നില്ല. ഞാനും ചേച്ചിയുടെ മക്കളും കൂടിയിട്ടാണ് മുകളിലോട്ട് പോയത്. വ്യൂ പോയിൻ്റ് അതിമനോഹരമായ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കടലൊക്കെ ഭയങ്കര പ്രക്ഷുബ്ധമാണ്, ഭയങ്കര തിരമാലകളൊക്കെയാണ്. പിന്നെ മുകളിലോട്ട് കയറി പോകുന്നതിന് ഭയങ്കര കാറ്റും മഴയും വന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് നടന്ന് കയറി. ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. അങ്ങനെ മുകളിൽ വ്യൂ എത്തിയപ്പോഴും ഭയങ്കര കാറ്റും മഴ വന്നു. മുകളിലാകുമ്പോൾ നല്ല കാറ്റിന് ഭയങ്കര ശക്തിയുണ്ട്. അപ്പോൾ നമ്മുടെ കുടയൊക്കെ പാറിപ്പോയി. അങ്ങനെ ഭയങ്കര സീനായിരുന്നു അവിടെ. പക്ഷേ അതൊരു പ്രത്യേക വൈബാണ്, മുഴുവനായിട്ട് നനഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്റ്റക്കായിപ്പോയി.
കുറച്ച് കാറ്റൊക്കെ ഒതുങ്ങിയപ്പോഴാണ് ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങിയത്. അതിമനോഹരമായൊരു സ്ഥലം. നോർമൽ ഇപ്പോൾ സീസണല്ല. സീസണിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കാരണം വെച്ചാൽ മഴയൊന്നും ഇല്ലെങ്കിൽ. മഴയ്ക്ക് വേറൊരു വൈബ്. എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെ അതൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങി പിന്നെ പതുക്കെ നടന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് നമ്മുടെ വണ്ടി വെച്ച സ്ഥലത്തേക്ക്. ഇറങ്ങാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ ഈസി ആയിരുന്നു, പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് ടൈം എടുത്തു. ചെറിയൊരു കയറ്റമാണ്. നല്ല ട്രിപ്പായിരുന്നു. നല്ലൊരു സ്ഥലം. എല്ലാവരും എൻജോയ് ചെയ്തു. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇനി ഒരുപാട് ഗോവൻ വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. Thank you.